ഈ ശുശ്രൂഷയുടെ അവസാന സമയം വരെയും ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്ന താല്പര്യമുണ്ട് എങ്കിലും കോന്നിയിൽ ഇന്ന് ഒരു അടക്ക ശുശ്രൂഷയിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് വേഗത്തിൽ കടന്നു പോകേണ്ടത് ആവശ്യമായിരിക്കുന്നു. ആകയാൽ സാക്ഷി പറയുവാൻ പെട്ടെന്ന് എഴുന്നേറ്റതാണ്. ഈ പ്രിയ സഹോദരിയുമായി ഏറെക്കുറെ 2.25 വർഷം ഇവിടെ ഒരുമിച്ച് കർത്തൃ ശുശ്രൂഷ ചെയ്യുവാൻ സ്വർഗം അവസരമൊരുക്കി തന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പഴയ നിയമഭക്തനായ മോശയുടെ മരണത്തെക്കുറിച്ച് ഓർപ്പിക്കുമ്പോൾ ആവർത്തന പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നൊരു വാക്കുണ്ട്, തൻ്റെ കണ്ണിൻ്റെ കാഴ്ച മങ്ങിയില്ല എന്നാണ്. പ്രിയ സാരാമസൂരിയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോഴും ശാരീരിക ബലഹീനതകളുടെ മധ്യേ കടന്നുപോയെങ്കിലും ദൈവം തനിക്ക് നൽകിയതായ ആ സ്വർഗീയ ദർശനത്തിന് ഒരിക്കലും മങ്ങലേറ്റില്ല. സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത് പോലെ താൻ ആഗ്രഹിച്ച തുറമുഖത്തെത്തിച്ചേരുവാൻ ദൈവം തന്നെ സഹായിച്ചു. ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ കർത്തൃ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ മറക്കാനാവാത്ത അനേക അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട്. തൻ്റെ സംഗീത ശുശ്രൂഷ എല്ലാവിധത്തിലും വിശ്വാസികൾക്കും ശുശ്രൂഷകരായി ഞങ്ങൾക്കും വളരെ അനുഗ്രഹമായിരുന്നു. ഏക ആത്മാവിൽ കർത്താവിൻ്റെ ശുശ്രൂഷ എന്ന് പറയും പോലെ ഒരു വചനം വായിച്ച് ഒരു മെസ്സേജ് കൊടുത്താൽ ആ മെസ്സേജിന് ഒത്തവണ്ണം ജനത്തെ ഉണർത്തുവാൻ ഏറ്റതായ വരികൾ താൻ നിശ്ചയമായും പാടുമായിരുന്നു. അതിനേക്കാൾ ഉപരിയായി ഹൃദയത്തിൽ ഒരിക്കലും മാഞ്ഞു പോകാത്ത ഒരു കാഴ്ചയുണ്ട്. പക്ഷെ ജോസഫ് കുട്ടിയപ്പച്ചനോട് ഇരിക്കുമ്പോൾ ഏത് മീറ്റിംഗ് കഴിയുമ്പോഴും സഭായോഗമോ അതിനേക്കാൾ ഉപരി പൊതു മീറ്റിങ്ങൾ ഏത് മീറ്റിംഗ് കഴിയുമ്പോഴും ജനം എത്രമാത്രം ആത്മാവിൽ നിറഞ്ഞാലും പക്ഷെ ജോസഫ് കുട്ടിയപ്പച്ചന് തൃപ്തിയായിരിക്കില്ല. അവസാനം ചിലപ്പോൾ എഴുന്നേൽപ്പിച്ചു നിർത്തി 1 മിനിറ്റ് എല്ലാവരും ഒരുപോലെ സന്തോഷിക്കുവാൻ പറയുമ്പോൾ പ്രിയ സാറാമ സഹോദരി വേഗം നാം ചേർന്നിടുമെന്ന് ആ കോറസ് പലപ്പോഴും പാടുമായിരുന്നു. ഞാനിവിടെ മാറി വന്ന സമയത്ത് പല മീറ്റിങ്ങുകളിലും അത് ആവർത്തിച്ചു കേട്ടപ്പോൾ ആദ്യം എനിക്ക് ഇതേ കോറസ് തന്നെ എല്ലായ്പ്പോഴും പാടുന്നല്ലോ എന്ന് ചിന്തിച്ചു. എന്നാൽ പിന്നീട് ഞാൻ ചിന്തിച്ചു, അത് തൻ്റെ പ്രത്യാശയുടെ നിറവാണ്, വേഗം നാം ചേർന്നിടും. പ്രിയ സാറാമസോരി പാടിയതുപോലെ വേഗം തൻ്റെ വിശ്രാമത്തിൽ പ്രവേശിച്ചു. കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച എന്ന് ഞാൻ ചിന്തിക്കുന്നു, തൻ്റെ ശാരീരിക കഷ്ടത്തിൻ്റെ നടുവിൽ ഇവിടെ വന്ന് കാണുവാൻ എനിക്ക് ഇടയായി. തൻ്റെ ആ ശാരീരിക കഷ്ടം കണ്ട് വാസ്തവത്തിൽ ഞാൻ മാനസികമായി തകർന്നു പോയി. നല്ല ആരോഗ്യത്തോടെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വന്ന് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്ത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഓർപ്പിക്കും പോലെ തൻ്റെ ശരീരത്തെ പാനീയാഗമായി താൻ ഒഴിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ കാഴ്ച തൻ്റെ ആ ശരീരത്തിൻ്റെ ആ കഷ്ടം കണ്ട് ഞാൻ മാനസികമായി തകർന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് മറ്റുള്ളവർക്ക് എത്ര മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഇത്രമാത്രം കഷ്ടങ്ങൾ കർത്താവ് എന്തുകൊണ്ട് എന്നൊരിക്കലും ചോദിക്കാൻ പറ്റില്ല. കാരണം ശുശ്രൂഷ ജീവിതത്തിലും വിശ്വാസ ജീവിതത്തിലും സഹിക്കുന്ന കഷ്ടങ്ങളാണ് തേജസ്സിൻ്റെ കിരീടത്തിന് നമ്മെ യോഗ്യരാക്കി മാറ്റുന്നതെന്ന് ഒരു വലിയ വെളിപ്പാട് ദൈവം നമുക്ക് തന്നിരിക്കുന്നു. പ്രിയ സാറാമസോരിയുടെ ജീവിതത്തിൽ ശാരീരികമായി മാനസികമായി പല കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയപ്പോഴും താൻ ഒരിക്കലും അധൈര്യപ്പെട്ടില്ല, താൻ ഒരിക്കലും നിരാശപ്പെട്ടില്ല, താൻ ഒരിക്കലും ഇടറിപ്പോയില്ല. എന്തുകൊണ്ട് എന്ന് ദൈവത്തോട് ചോദിച്ചില്ല. ഞാനത് വ്യക്തമായി പറയുവാൻ കാരണം പലപ്പോഴും ഞങ്ങളുടെ വിശ്വാസ ഭവനത്തിലെ ദിവസേനയുള്ള പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ
താൻ എൻ്റെ അടുക്കൽ വന്ന് തൻ്റെ ശാരീരിക കഷ്ടങ്ങൾ പറയുകയും പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും തന്നെ ഒരു അധൈര്യത്തിൻ്റെ വാക്ക് തന്നിൽ നിന്ന് കേൾക്കുവാൻ ഇടയായി തീർന്നിട്ടില്ല. താൻ പ്രത്യാശയോടെ തൻ്റെ ഓട്ടമോടി തൻ്റെ അവകാശത്തിൽ ചെന്നു ചേർന്നു. ഞാനും പ്രത്യാശയോടെ എൻ്റെ ഓട്ടമോടുന്നു. നല്ല അവകാശത്തിലെത്തിച്ചേരുവാൻ തക്കവണ്ണം എല്ലാവരുടെയും പ്രാർത്ഥനയെ ആവശ്യപ്പെടുന്നു. അതിനേക്കാൾ ഉപരിയായി ഈ നാളുകൾ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശിക്കുന്ന അനേകർ കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് കർത്താവിൻ്റെ വരവിൻ്റെ ഒരു ലക്ഷണമെന്നറിയുന്നു. അതേസമയം കർത്തൃ ശുശ്രൂഷകർ നമുക്ക് ആവശ്യമാണ്. അനേക കർത്തൃ ശുശ്രൂഷകരെ ഈ സ്ഥാനത്തേക്ക് കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.